നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഒരുപക്ഷെ കഴിഞ്ഞ കുറേ മാസങ്ങളായി സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൻ്റെ വാർത്തകളാണ് ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും വരുന്നത്. ഈ ലഹരിക്കടത്ത് സംഘങ്ങളെ വ്യാപകമായതോടെ അവരെ പിടികൂടാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു നേതൃയോഗമൊക്കെ കൂടി എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. നിരവധി തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. അതിർത്തിയിലൊക്കെ പരിശോധനകൾ ശക്തമാക്കുന്ന പശ്ചാത്തലമുണ്ടായി. കഴിഞ്ഞ ദിവസവുമൊക്കെ ലഹരി പിടിച്ചത് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ലഹരിയാണ്. അവിടെയൊക്കെ വ്യാപകമായുള്ള പരിശോധനകൾക്കുള്ള നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും അവരെ പിടികൂടാൻ ശ്രമിക്കുന്ന പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കനത്ത വെല്ലുവിളിയുണ്ട്. കാരണം ഇവരൊരു ഗ്യാങ് ആണ്, വലിയ ഗ്രൂപ്പാണ്, വലിയ അധോലോക സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ്. അവരെ പിടിക്കുക, നടപടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരായ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വലിയ വെല്ലുവിളിയാണ്. വലിയ പിന്തുണ അവർക്ക് വേണം താനും. ലഹരി കടത്തുകാരെ പിടികൂടാൻ ശ്രമിച്ച എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇന്നലെ കൊല്ലം കല്ലും താഴത്ത് കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. സമാനമായൊരു സംഭവമാണ് ഇന്ന് പാലക്കാട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാട് വടക്കഞ്ചേരിയിൽ ലഹരി സംഘത്തെ പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ASI ഉവൈസിനെയാണ് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഉവൈസിൻ്റെ കാലിന് പരിക്കേറ്റു. ലഹരി ഇടപാട് നടത്തി തിരികെ വരുമ്പോൾ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കൂടെയുള്ള പോലീസുകാർ ചാടി മാറിയതിനാൽ വലിയ അപകടം ഉണ്ടായില്ല. ഇന്നലെ വൈകുന്നേരം കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ട്, ഒരു ഡീലിങ്സ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു രഹസ്യവിവരത്തെ തുടർന്ന് CI സാറും SI സാറും നിർദ്ദേശപ്രകാരം ഞങ്ങൾ 4 പേര് 2 ബൈക്കിലായിട്ട് പോയതാണ്. ശങ്കരൻ കണ്ണന്തോട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആളൊഴിഞ്ഞ തൊടിയിൽ ഡീലിങ്സ് നടക്കുന്നുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ വേറെ റോഡിൽ വെച്ച് ഞങ്ങൾ പുറകെ പോയി. അപ്പോൾ അവൻ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി വട്ടം വെച്ചതാണ്. വണ്ടി വട്ടം വെച്ച് ഡോറ് തുറന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ട് വരുമ്പോഴേക്കും ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ചാണ്. അതിലാണ് കാലിൽ ഇതായത്. അപ്പോൾ ഞങ്ങൾ നേരെ റോഡിലേക്ക് മറിഞ്ഞു വീണ് എൻ്റെ കാലിന് ഈ പരിക്കുണ്ട്. കൂടെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല. ഡ്രൈവിംഗ് സീറ്റിലുള്ള ആളിനെയാണ് നമ്മൾ വ്യക്തമായിട്ട് കണ്ടത്. പിന്നെ കാറിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ആ ഇരുട്ടായിരുന്നു. സംഭവത്തിന് പിന്നിൽ കല്ലിങ്കൽ പാടം സ്വദേശിയായ ലഹരി ഇടപാടുകാരൻ എന്നാണ് സംശയിക്കുന്നത്. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഷംന, നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൊല്ലത്തൊരു സംഭവമുണ്ടായി. ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം വീണ്ടും ആവർത്തിക്കുന്നു. വലിയ വെല്ലുവിളി നേരിടുകയാണ് ഉദ്യോഗസ്ഥർ. കാരണം സർക്കാർ സംവിധാനം ഉണർന്നപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ലഹരിക്കടത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടാകുന്നു. പലരും പിടിക്കപ്പെടുന്നു. ഇതിൻ്റെ എവിടെ നിന്നാണ് ലഹരി വരുന്നത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അപ്പോൾ ഇവർ നേരെ ഇപ്പോൾ ആക്രമണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തുടനീളം ഈ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് പിടിയിലാവുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വളരെ കൂടുതലാണ് ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ വളരെ കൂടുതലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു അമ്മയും മകനും ഉൾപ്പെടെയുള്ള 4 സംഘം പിടിയിലായത്. ഇത്തരത്തിൽ പാലക്കാട് കേന്ദ്രീകരിച്ച് ഈ ലഹരി കടത്ത് കൂടുതലാണ്, അല്ലെങ്കിൽ മറ്റ് ഈ സംസ്ഥാനങ്ങളിലേക്കും മറ്റ് ജില്ലകളിലേക്കുമൊക്കെ ലഹരി ഏൽപ്പിക്കുന്ന വിൽപ്പന നടത്തുന്നവരിൽ പ്രധാന പ്രതികൾ ഉൾപ്പെടെയുള്ളവർ പാലക്കാട്ടുകാരാണ് എന്നൊക്കെ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പാലക്കാട് രാത്രിയും പകലുമൊക്കെ അന്വേഷണം ഊർജിതമാണ്. പ്രത്യേകിച്ച് പോലീസിന്റെയും ഡാൻസാഫിന്റെയും എക്സൈസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിലായി പല ഘട്ടങ്ങളായി വിവിധ ടീമുകളായി തിരിഞ്ഞൊക്കെ പരിശോധന ശക്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഇതിലാണ് ഈ സംഘത്തിനെ തിരിച്ചറിയുന്നു. പോലീസ് ഇവരുടെ ലഹരി ഇടപാട് നടത്തിയതിനു ശേഷം ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ഈ വാഹനത്തിനെ പിന്തുടർന്നതോടുകൂടിയാണ് ഈ പോലീസുകാരുടെ വാഹനത്തിന് നേരെ ഇവരുടെ വാഹനം ഇടിച്ചു കയറ്റുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതും ഒക്കെ. അങ്ങനെ ASIക്കാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ ചാടി രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ വലിയ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷെ അതേസമയം ഈ ASIക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ഒരു ഗുരുതരാവസ്ഥ ആണ് കാണിക്കുന്നത്. കാരണം ഈ ലഹരി
അതിൻ്റെ കണ്ണി പൊട്ടിക്കാൻ സംസ്ഥാനം ഒന്നാകെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഏറ്റവും ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുന്ന പോലീസുകാർക്ക് നേരെ, അന്വേഷണ സംഘത്തിന് നേരെ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് അവർക്കുണ്ടാകുന്നത്. വധശ്രമം ഉൾപ്പെടെ അവർക്ക് നേരെ ഉണ്ടാകുന്നു. ഇതാണ് ഇതിൻ്റെ ഈ ഒരു കേസിൻ്റെ ഗുരുതരാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ASIക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് മറ്റൊരു കാര്യമുള്ളത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കൂടുതലാകുന്നു എന്നൊരു വിവരം കൂടിയുണ്ട്. കാരണം നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ എറണാകുളം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കൊച്ചിയിലാണ് ലഹരി വ്യാപനം കൂടുതലെന്നായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷെ അങ്ങനെയല്ല, പാലക്കാടേക്ക് കൂടി ഇത്തരം കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. അതിർത്തി ജില്ലയാണ് ഷംന. ഈ പറഞ്ഞതുപോലെ പിടിക്കപ്പെടുന്ന ലഹരികൾ എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു അമ്മയെയും മകനെയും പിടിച്ചിരുന്നു. അത് ബംഗളൂരുവിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ബംഗളൂരു കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി ഇടപാടുകളുടെയൊക്കെ ഒരു മിഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായും പാലക്കാടാണ്. അതുവഴിയാണ് വാഹനങ്ങൾ കടന്നു വരികയും മറ്റും ചെയ്തത്. സ്വാഭാവികമായും പാലക്കാട്ട് പരിശോധനകൾ കൂടുതൽ ശക്തമാക്കേണ്ടി വരും സർക്കാരിൻ്റെ പുതിയ ഉത്തരവിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ. അതിൻ്റെ ഭാഗമായിരിക്കാം ഈ പരിശോധന. അപ്പോൾ സ്വാഭാവികമായും ഈ ലഹരിക്കടത്ത് സംഘങ്ങൾക്കും പാലക്കാട്ടെ ഉദ്യോഗസ്ഥരോട് ഈ പറയുന്നതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ കാണാം. തീർച്ചയായും. കാരണം ഈ പാലക്കാട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിർത്തി ജില്ലയാണ്. ഇതുകൊണ്ട് തന്നെ ലഹരി വ്യാപനം ഇവിടെ കൂടുതലാണ്. മാത്രവുമല്ല, ലഹരി ഇടപാടുകൾ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്ന ലഹരികൾ, അതുപോലെ പാലക്കാട് നിന്നും എത്തിയ ലഹരി അത് മറ്റ് ജില്ലകളിലേക്കൊക്കെ കൈമാറ്റം ചെയ്യുന്നതും ഇത്തരം ഇടപാടുകൾ, ലഹരി ഇടപാടുകൾ ഇവിടെ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അമ്മയും മകനും ഉൾപ്പെടെ 4 അംഗ സംഘത്തിനെ പോലീസ് പിടികൂടിയത്. അതും ഇത്തരത്തിൽ ബംഗളൂരിൽ നിന്ന് എത്തിച്ച കഞ്ചാവായിരുന്നു. ഇവർ എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചാണ് കൂടുതലായി വിൽപ്പന നടത്തുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾ കടന്ന് അല്ലെങ്കിൽ ജില്ലകൾ കടന്നൊക്കെയുള്ള ഒരു ലഹരി ഇടപാട് സംബന്ധിച്ചാണ് പാലക്കാട് ഇപ്പോൾ കൂടുതലായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസും ഡാൻസാഫും എക്സൈസും ഒക്കെ വിവിധ ടീമുകളായി തിരിഞ്ഞ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളതും. പക്ഷേ അപ്പോഴും ഏറ്റവും വലിയ വെല്ലുവിളി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ അന്വേഷണം നടത്തി അതിന്റെ ആ ഒരു ലഹരി കണ്ണി പൊട്ടിക്കാൻ ശ്രമിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുന്നു. അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന പല കൊലപാതക കേസുകളിലും പ്രധാന പ്രതികൾ ഉൾപ്പെടെയുള്ളവർ ലഹരിക്ക് അടിമകളാണ്, ഈ ലഹരി ഇടപാട് നടത്തുന്നവരാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് വെല്ലുവിളിയാകുന്നതും. കാരണം ഈ ലഹരി കണ്ണി പൊട്ടിക്കുമ്പോൾ ഈ പ്രതികളൊക്കെ അവർക്ക് നേരെ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ കൊലപാതക ശ്രമം നടത്തുന്നു. അവരെ കൊല്ലാൻ പോലും മടിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. പക്ഷെ അതേസമയം അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. രഞ്ജിത്ത്, അപ്പോഴും ഈ പാലക്കാട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രധാനപ്പെട്ട ഹബ്ബായി മാറുന്ന പശ്ചാത്തലമുണ്ട്. പാലക്കാട് കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകളും കൂടുതൽ പോലീസ് സംവിധാനവും ഒക്കെ ആവശ്യമുണ്ട്. എക്സൈസിൻ്റെയും ഡാൻസ് ഓഫ് സംഘത്തിൻ്റെയൊക്കെ ജാഗ്രത വേണം. അത്തരത്തിലുള്ള ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ അന്വേഷണ വഴികളിൽ ഉണ്ടാകുന്നുണ്ടോ ഷംന? രഞ്ജിത്ത്, നിലവിൽ അങ്ങനെ പ്രത്യേക റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ പാലക്കാട് കേന്ദ്രീകരിച്ച് അന്വേഷണം ഇനി ശക്തിപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ടീമുകളായി തിരിഞ്ഞ് എക്സൈസും പോലീസും ഡാൻസ് ഓഫ് ഉൾപ്പെടെയുള്ളവർ വിവിധ ടീമുകളായി തിരിഞ്ഞായിരിക്കും ഇനി അന്വേഷണം ഉണ്ടാവുക. അത് ആ അന്വേഷണം ഊർജിതമായി തന്നെ തുടരും. പ്രത്യേകിച്ച് ഈ രാത്രി കാലങ്ങളിലൊക്കെയുള്ള ഈ അതിർത്തി കടന്നു വരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ അത് കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കും. ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു അന്വേഷണം കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഉണ്ട്. അത്തരമൊരു നടപടിയിലേക്ക് കൂടി കടന്നേക്കാം. കാരണം ഈ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള അന്വേഷണത്തിൽ പലതും വഴുതി പോവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസിന്റെ നിരീക്ഷണം ഉണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കി ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ലഹരി ഇടപാടുകാർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ആ അവസ്ഥ മറികടക്കാൻ വേണ്ടി രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു അന്വേഷണം കൂടി അന്വേഷണ സംഘം ഇപ്പോൾ പദ്ധതിയിടുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ടീമുകളായി തിരിഞ്ഞുള്ള ഒരു അന്വേഷണം ഉണ്ടാകും. എന്തായാലും കൂടുതൽ അതിർത്തി മേഖലകൾ അതുപോലെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള അന്വേഷണം കൂടുതൽ ഉണ്ടാകുക. അതേസമയം തന്നെ ചെറിയ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഈ കവലകളിലൊക്കെയുള്ള കടകൾ, സാധാരണ കടകളിൽ ഉൾപ്പെടെ ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നുകൂടെ ഒരു വിവരമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഈ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം ഉണ്ടാവുക. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. എന്തായാലും പാലക്കാട്ട് പോലീസുകാരുടെ നേരെ വധശ്രമം ഉണ്ടാകുന്നു. പോലീസ് സംഘം പരിശോധനകൾ ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഈ സേനയുടെ
എന്താണ് വീര്യം അത് നിർവീര്യമാക്കുക എന്നുള്ളതാണ്. സേനയുടെ ഒരു ആത്മബലമൊക്കെ നിർവീര്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ സംഘങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. കൃത്യമായ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇവർക്ക് അത്തരത്തിൽ ലഭ്യമായി കാണും എന്നുള്ളതാണ്. ഏതായാലും പോലീസുകാരൻ പരിക്കുണ്ട്, മറ്റു പോലീസുകാർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എങ്കിൽ പോലും ഈ സംഭവം ഒട്ടും ഗൗരവം കുറച്ച് കാണാവുന്ന ഒന്നല്ല താനും. ഷംന വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്ത നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. നമ്മുടെ MLA ഉമാ തോമസിന് സംഭവിച്ച വലിയൊരു പരിക്ക്. അവർ വലിയ ഒരുപാട് അടി പൊക്കത്തിൽ താഴേക്ക് വീഴുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ദീർഘനാൾ വിശ്രമത്തിലായിരുന്നു. ഇപ്പോഴും ആരോഗ്യം പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. ഈ വിഷയത്തിൽ നൃത്ത പരിപാടിക്കിടെ കലൂർ സ്റ്റേഡിയത്തിൽ ദിവ്യ ഉണ്ണി പങ്കെടുത്ത ഒരു നൃത്ത പരിപാടിക്കിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഉമാ തോമസ് MLA അപകടത്തിൽപ്പെടുകയും ആ ദൃശ്യമൊക്കെ നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിരുന്നു കലൂർ പോലീസ്. GCDAക്ക് ക്ലീൻ ചിറ്റ് നൽകി പോലീസിന്റെ കുറ്റപത്രം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വേദി ഒരുക്കിയ മൃദംഗാവിഷന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അന്വേഷണം പൂർത്തിയായ കേസിന്റെ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നവമി ദിനേശ് ചേരുന്നു. നവമി, പൂർണ്ണമായും മൃദംഗാവിഷന്റെ പ്രശ്നങ്ങളാണ്. അതായത് GCDAക്ക് ഇതിൽ യാതൊരു പങ്കാളിത്തവുമില്ല. അവർ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിൽ വന്ന വീഴ്ചയാണ് എന്ന് തന്നെയാണോ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന പാലാരിവട്ടം പോലീസാണല്ലേ? അതെ രഞ്ജിത്ത്, പാലാരിവട്ടം പോലീസിന്റെ അന്വേഷണത്തിനൊടുവിലാണ് GCDAക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനായി തയ്യാറെടുക്കുന്നത്. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടുകൂടി തന്നെ ഈ ഉമാ തോമസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ തുടക്കത്തിൽ ഈ ഉമാ തോമസിന്റെ വീഴ്ചയ്ക്കിടയായ സംഭവങ്ങൾ, അതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടതാണ്, നമ്മൾ കണ്ടതാണ്. അതിനുശേഷം മാധ്യമങ്ങൾ അവിടെ ചെന്ന് അവിടെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ കൃത്യമായി വലിയൊരു വീഴ്ച ഈ പരിപാടി സംഘടിപ്പിച്ച മൃദംഗാവിഷന് മാത്രമല്ല, അത് കൃത്യമായി പരിശോധിക്കാത്ത പോലീസിനായിക്കോട്ടെ, അതോടൊപ്പം ഇതൊന്നും ഈ പണം വാങ്ങി, അതായത് ഈ പരിപാടി നടത്താൻ പണം വാങ്ങിയെന്നതിനപ്പുറത്തേക്ക് GCDA പോലും അവിടെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തിയില്ല, അല്ലെങ്കിൽ അവിടെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം നടത്തിയെന്ന് കണ്ടെത്താൻ GCDAക്ക് പോലും കഴിഞ്ഞില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ പകൽ പോലെ സത്യമാണ്, നമ്മൾ അവിടെ കണ്ടതുമാണ്. പക്ഷേ പോലീസിന്റെ റിപ്പോർട്ടിലായിക്കോട്ടെ GCDAയെ സംരക്ഷിച്ചുകൊണ്ടുള്ള, പോലീസിനും വീഴ്ച സംഭവിച്ചിട്ടില്ല, GCDAക്കും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നത്. അതോടൊപ്പം ഈ മൃദംഗാവിഷന് മാത്രമാണ് അവിടെ വീഴ്ച സംഭവിച്ചത്, അശാസ്ത്രീയമായി അത് സ്റ്റേജ് നിർമ്മിച്ചു എന്ന് മാത്രമുണ്ട്. പക്ഷേ ആ സ്റ്റേജ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് കണ്ടെത്താൻ GCDA ഉദ്യോഗസ്ഥരാരും തന്നെ അവിടെ പരിശോധന നടത്തിയില്ല. അതിന്റെ വീഴ്ച, GCDAയുടെ വീഴ്ച അവിടെ ചൂണ്ടിക്കാട്ടുന്നില്ല. പക്ഷേ GCDA ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ അവർക്ക് വീഴ്ചയുണ്ടായെന്ന് സമ്മതിക്കുകയും രണ്ട് ഉദ്യോഗസ്ഥരെ ഈ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ പോലീസിന്റെ കുറ്റപത്രത്തിൽ GCDAക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് കൂടിയാണ് പറയുന്നത്. രണ്ട് കേസുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, രണ്ട് കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തത്. ഒന്ന് ഉമാ തോമസിന്റെ വീഴ്ചയ്ക്കിടയായ സംഭവവും, മറ്റൊന്ന് ഈ മൃദംഗാവിഷന്റെ സാമ്പത്തിക തട്ടിപ്പും. ഈ രണ്ട് കേസുകളായിരുന്നു പോലീസ് അന്വേഷിച്ചിരുന്നത്. അതിലിപ്പോൾ ഉമാ തോമസിന്റെ കേസിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. മറ്റൊരു കേസായിട്ടുള്ള ഈ മൃദംഗാവിഷന്റെ സാമ്പത്തിക തട്ടിപ്പിലാണ് ദിവ്യ ഉണ്ണിയെ അടക്കം ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ദിവ്യ ഉണ്ണിയെ ഉടൻ ചോദ്യം ചെയ്യുമെന്നുകൂടിയാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കുറ്റപത്രവും ഉടനെ നൽകാനുള്ളൊരു ശ്രമത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. 4 പേരെയാണ് ആ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. ഇവരുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. കുട്ടികളിൽ നിന്നും വലിയ തുക തട്ടിയെടുത്തു എന്നടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ, തെളിവുകളടക്കം അല്ലെങ്കിൽ പരാതികളടക്കം മുന്നിൽ നിൽക്കുമ്പോൾ, പോലീസ് ഇതിൽ ധൃതിപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പോലും മറ്റാരെയും പ്രതി ചേർക്കാത്ത ഒരു നടപടിയായിട്ട് തന്നെ അതിപ്പോഴും ബാക്കി നിൽക്കുന്നു. എന്തായാലും ദിവ്യ ഉണ്ണി അമേരിക്കയിലാണ്. ദിവ്യ ഉണ്ണിയെയും വരും ദിവസങ്ങളിൽ ദിവ്യ ഉണ്ണിയുടെ വിശദമായ മൊഴിയെടുക്കും എന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. ദിവ്യ ഉണ്ണിയാണ് ഈ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡറായി മൃദംഗവിഷൻ ഉയർത്തിക്കാട്ടിയത്. നവമി, അപ്പോഴും നമുക്കറിയാം GCDA ക്ലീൻ ചിറ്റാണ് പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അവർക്ക് പങ്കാളിത്തമില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, അന്വേഷണം ഏത് വഴിക്കും ആയിക്കോട്ടെ അതിന് സ്വാധീനമൊക്കെ ഉണ്ടാകും. GCDA കുറ്റപ്പെടുത്തി റിപ്പോർട്ട് നൽകാൻ കേരള പോലീസിൻ്റെ സംഘത്തിന് തൽക്കാലം സാധ്യമല്ല. അത് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ കേൾക്കുന്ന പ്രേക്ഷകർക്കും അതറിയാം. പക്ഷേ അപ്പോഴും ഈ പ്രാഥമികമായി നമ്മൾ പരിശോധിച്ചാൽ എവിടെയാണ് ഇത്തരം വലിയൊരു പരിപാടി നടക്കുമ്പോൾ
കൊച്ചിയെ ത്രസിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന് പറയും ഇത്രയധികം ആളുകൾ പങ്കെടുക്കുമ്പോൾ, പ്രധാനപ്പെട്ട അതിഥികൾ പങ്കെടുക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദയുണ്ടല്ലോ, സാമാന്യമായ ഒരു ബോധ്യമുണ്ടല്ലോ. സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കുക. അത് GCD അതിൽ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. നമ്മുടെ പോലീസ് സംവിധാനം അതിൽ വലിയ പരാജയമായി എന്ന് മനസ്സിലാക്കണം. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടിയുമായി വന്നാൽ അതിന് പണം അടച്ചാൽ അതങ്ങ് അനുവദിച്ചു കൊടുക്കുക, ഏത് രീതിയിൽ നടന്നോട്ടെ എന്നുള്ള ഒരു രീതി അത് എത്രത്തോളം ഭൂഷണമാണ് എന്നുള്ളതാണ്. ഒപ്പം അത് വലിയ തോതിൽ ഈ അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായും ആ ഉമാ തോമസിന് വീഴ്ച സംഭവിച്ച ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ആദ്യത്തെ കാര്യം, ഈ GCDയിൽ പുതുതായി ഒരു നിർമ്മാണം ഒന്നും പാടില്ല എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. അവരുടെ കരാറിൽ അങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ ലംഘനമാണ് ആ ഒരു സ്റ്റേജ് നിർമ്മാണം. അതിലും പോലും ബലമില്ലാത്ത റിബൺ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അതിർത്തി നിർമ്മിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതിൽ തട്ടിയാണ് ഉമാ തോമസ് താഴേക്ക് വീഴുന്നത്. ഏകദേശം 46 ദിവസത്തോളമാണ് ഉമാ തോമസ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാഴ്ചയോളം അബോധാവസ്ഥയിലാകുന്ന ഒരു സാഹചര്യം, 4 ദിവസത്തോളം അബോധാവസ്ഥയിലായിരുന്നു ഉമാ തോമസ്. അത്ര വലിയൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച, വലിയ രീതിയിൽ അപകടം, അതിൽ നിന്നൊക്കെ ഇപ്പോഴും അവർ പൂർണ്ണ ആരോഗ്യവതിയായി വന്നിട്ടില്ല. അതിൻ്റെ ചികിത്സയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പോലും GCDയുടെ ഒരു പരിശോധന തുടക്കത്തിൽ ഉണ്ടായിട്ടില്ല. GCDയിൽ പോയിട്ട് ഒരു പോലീസിൻ്റെ ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ ഒരു പരിശോധന ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്ന വേദിയാണ്, MP മാരുണ്ടായിരുന്ന, ഹൈബീഡൻ MP ഉണ്ടായിരുന്ന വേദിയാണ്, അങ്ങനെ പ്രമുഖരായിട്ടുള്ള നിരവധി പേരുണ്ടായിരുന്ന, മന്ത്രി സജി ചെറിയാൻ ഉണ്ടായിരുന്ന വേദിയാണ്. അങ്ങനെ ഉയർന്ന മന്ത്രിമാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം ഉണ്ടായിരുന്ന വേദിയിൽ പോലും ഇത്രയും വലിയൊരു ലംഘനം ഉണ്ടായിട്ടും അവരുടെ ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവരാരും അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു വീഴ്ചയായിട്ട് തന്നെ അതിനെ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. കാരണം കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതെ ആ സ്റ്റേജിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ സ്റ്റേജിലിരുന്ന മറ്റുള്ളവർക്കൊന്നും അപകടം ഉണ്ടാകാതെ തലനാടിനൊക്കെയാണ് രക്ഷപ്പെടുന്നത്. പക്ഷേ GCD ആയിക്കോട്ടെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, അവിടെ മന്ത്രിക്കൊക്കെ ആ സമയത്ത് എസ്കോർട്ട് ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാരും തന്നെ അവരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അവിടെ ഒരു നിയമലംഘനം നടന്നിട്ടുണ്ടെന്നത് കൃത്യമാണ്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ GCDക്കെതിരെ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ, അല്ലെങ്കിൽ GCDയെ ഈ കേസിൽ നിന്നും ഒഴിവാക്കുക എന്നൊരു നടപടി തന്നെയാണ് പോലീസിൻ്റെ സ്വാഭാവികമായും പോലീസിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ഇവിടെ കുറ്റപത്രത്തിലും നൽകിയിരിക്കുന്നത്. പക്ഷേ GCDയെ തന്നെ അവർക്ക് വീഴ്ചയുണ്ടായി എന്ന് സമ്മതിച്ചിരുന്ന ഒരു സാഹചര്യം കൂടിയാണ്, അവരുടെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ്. പക്ഷേ പോലീസിൻ്റെ കുറ്റപത്രത്തിൽ GCDക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ നിയമലംഘനം ഉണ്ടായിട്ടും അത് മൃദംഗവിഷന്റെ മാത്രം ഉത്തരവാദിത്തമായി കുറ്റപത്രത്തിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പോലും വീഴ്ച ഉണ്ടായിട്ടില്ല. അത്രയും വലിയ പരിപാടി, അത്രയും ഏറെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുമ്പോൾ അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഒന്നും വീഴ്ച അവിടെ സംഭവിച്ചിട്ടില്ല. GCDക്കും വീഴ്ചയില്ല. അത് ആകെ ആ മൃഗന്ധ വിഷന്റെ ഈ ഒരു അപാകത അവരുടെ മാത്രം പ്രശ്നമായി ഈ കുറ്റപത്രത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും വലിയ തോതിൽ ഉള്ള ഞെട്ടൽ മലയാളിക്കുണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ MLA, നമ്മുടെ പ്രധാനപ്പെട്ട വളരെ പ്രിയപ്പെട്ട ഒരു MLAക്ക് സംഭവിച്ച ഒരു ദുര്യോഗം, ഇപ്പോഴും ആ പരിക്കിൽ നിന്ന് മുക്തയാകാത്ത ഒരവസ്ഥ, എത്ര നാൾ ചികിത്സയിൽ അവർ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴും പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുക്കാൻ ആ പൊതുപ്രവർത്തകയെ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നടപടികൾ വേണം ശക്തമായി തന്നെ. അതിപ്പോൾ ഒരു മൃദംഗാവിഷനെ മാത്രം കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. GCDയെ കുറ്റക്കാരാണ്, അവിടെ സുരക്ഷ പരിശോധിക്കേണ്ട പോലീസ് സംവിധാനം ഇതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരും ഇതിൽ അന്വേഷണ വിധേയരാക്കുകയും അവർ അത്തരത്തിൽ വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ ബാധ്യത ഏറ്റെടുക്കുകയും വേണം എന്നുള്ളതാണ്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകാം. തൊടുപുഴയിൽ വ്യാപാരിയായ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക തെളിവായി വാൻ കണ്ടെടുത്തു. പ്രതി ജോബോന്റെ സുഹൃത്തിൻ്റെതാണ് വാൻ. വ്യക്തിപരമായ ആവശ്യത്തിനെന്ന പേരിലാണ് വാഹനം വാങ്ങിയതെന്നും പോലീസ് എത്തിയപ്പോഴാണ് കൊലപാതകത്തെക്കുറിച്ച് അറിയുന്നതെന്നും ഉടമ പറഞ്ഞു. ജോബോൻ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ വാഹനം എടുത്തുകൊണ്ട് പോയത്. ബുധനാഴ്ച എടുത്തുകൊണ്ട് പോയി, വ്യാഴാഴ്ച രാവിലെ 9 മണിയൊക്കെ തിരിച്ചുകൊണ്ടിടുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വാർത്തയിൽ വന്നിട്ടാണ് നമ്മൾ സംഭവം അറിയണം. ജോമാനെ നേരത്തെ അറിയാം? ജോമാൻ്റെ കൂടെ പണ്ട് കാറ്ററിങ്ങിന് പോയി പഠിക്കുന്നുണ്ട്. ബിജുവിനെ അറിയാം? ബിജുവിൻ്റെ വീട്ടിൽ പണിക്ക് പോയിട്ടുണ്ട്. അപ്പം
എനിക്ക് അലുമിനിയം പണിയുണ്ട്. അങ്ങനെ ബിജുവിൻ്റെ വീട്ടിലെ പണിക്ക് പോയ പരിചയമുണ്ട്. എങ്ങനെ കാര്യം അറിഞ്ഞത്? ഇത് ടി വിയിൽ ഇങ്ങനെ വാർത്തയിൽ വന്നപ്പോഴാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവരോട് വണ്ടി അവരവിടെ വീട്ടിൽ വന്ന് റിക്കവർ ചെയ്യും. ഇല്ല, ജോമൻ ആദ്യമായിട്ട് കൊണ്ടുവന്നു. ആശുപത്രി പോകണമെന്ന് പറയാനുണ്ടോ? ഹോസ്പിറ്റൽ പാരിയോട് ഹോസ്പിറ്റലിൽ പോകാനെന്ന് പറഞ്ഞാൽ നാളെ എടുത്തോളാം. താക്കോലപ്പോൾ എവിടെയായിരുന്നു? താക്കോല് വണ്ടി എടുക്കാൻ പോകുമ്പോൾ വണ്ടി തന്നെ കിടപ്പുണ്ടായിരുന്നു. വണ്ടിയോട് വീട്ടിൽ കിടപ്പുറന്നു. ഞാൻ പണിക്ക് പോയി പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ താക്കോല് തന്നില്ല. അതിന് വിളിച്ച് കഴിയുമ്പോൾ ജോമൻ്റെ ഫോൺ ഓഫ് പറഞ്ഞു. പിന്നീട് ജോമാനെ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ലേ? അപ്പോൾ ഒരു തവണ നോക്കിയുള്ളൂ. പിന്നെ വേറെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ എടുത്താണ്. ശനിയാഴ്ച അതിന് വാർത്തയിൽ വന്നു. വണ്ടി കഴിയാണോ കൊണ്ടായിട്ട്? വണ്ടി കഴിയും കൊണ്ടിട്ട്. പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടക്കുകയുണ്ടായി. PA സാഗർ വിവരങ്ങളുമായി ചേരും. സാഗർ, ഇതിപ്പോൾ ഈ വാനിൻ്റെ ഉടമ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അത് സത്യമായിരിക്കും. ഒരുപക്ഷെ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ വാഹനം പരസ്പരം കൈമാറുന്നതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് മനസ്സിലായിരിക്കുന്ന കാര്യം? കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ, ബിസിനസ് പകയിൽ നടത്തിയ ഒരു കൊലപാതകം, അതിന് അവർ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്നുള്ളതല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അത്തരമൊരു കാര്യം തന്നെയാണ് പോലീസും പറയുന്നത്. കാരണം നേരത്തെ തന്നെ ഈ കൊലപാതകം നടത്തുവാനായി നേരത്തെ തന്നെ ഇവർ കരുതി കൂട്ടിയാണ് ഈ കൊലപാതകം നടത്തിയത്. അതിന് വ്യക്തമായ തെളിവാണ് ഇവർ ഇതിനു മുമ്പ് 2 തവണ ഈ ബിജുവിനെ വധിക്കുവാനായി പ്രദേശത്ത് എത്തിയിരുന്നു. അന്ന് ചില സാഹചര്യങ്ങളിൽ ഇത് നടക്കാതെ പോവുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ ബിജു ജോസഫ് കൊലപാതകത്തിൽ ഏറ്റവും നിർണായകമായ തെളിവാണ് ഇന്ന് കണ്ടെടുത്തത്. അതായത് ഈ ബിജു ജോസഫിനെ വധിക്കുവാനായി സംഘം സഞ്ചരിച്ചത് ഒരു ഒമ്നി വാനിലാണ്. ഈ വാൻ ഇന്ന് കണ്ടെടുത്തു. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാൻ മുഖ്യപ്രതിയായ 1-ാം പ്രതിയായ ജോമോന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥയിലുള്ളതായിരുന്നു ഈ വാന്. ഇതാണ് ഇന്ന് തൊടുപുഴയ്ക്കടുത്തുള്ള അഞ്ചിരിക്കവലയിലുള്ള ഒരു വീട്ടിൽ നിന്ന് ഈ വണ്ടി കണ്ടെത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് പ്രതികളായ 4 പേർ ഈ വാഹനത്തിൽ സഞ്ചരിച്ച് ബിജുവിനെ കൊലപ്പെടുത്താനായി കൊണ്ടുവന്നത്. ബിജുവിന്റെ സ്കൂട്ടർ തട്ടിയിട്ട ശേഷം, അതായത് രാവിലെ ബിജു വീട്ടിൽ നിന്നും ഇറങ്ങി വരികയായിരുന്നു. ഈ സമയത്ത് ബിജുവിന്റെ സ്കൂട്ടർ തട്ടിയിട്ട ശേഷം ഈ കാറിൽ വെച്ചാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയതും കടത്തിക്കൊണ്ടുപോയതും മർദ്ദിക്കുകയും എല്ലാം ചെയ്തത്. ആ വാനാണ് ഇന്നിപ്പോൾ കണ്ടെടുത്തത്. ഈ വാനിൽ ഈ പ്രതികളായ ഇവർ, ഈ ആഷിഖ്, മുഹമ്മദ് അസ്ലം എന്നിവർ ചേർന്ന് ഈ വാഹനത്തിൽ കയറ്റിയ ശേഷം ബിജുവിനെ മർദ്ദിച്ചു. ഈ വാൻ ആ സമയത്ത് ഓടിച്ചിരുന്നത് മുഖ്യപ്രതിയായ ജോമോനാണ്. ഈ ജോമോനാണ് ഈ പ്രതി മറ്റുള്ളവർക്ക് കൊട്ടേഷൻ കൊടുത്തത്. ഈ ജോമോനാണ് ഈ വാഹനം ഓടിച്ചത്. പുറകിലിരുന്ന ആഷിഖും മുഹമ്മദ് അസ്ലവും കൂടിയാണ് ബിജുവിനെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ ബിജു സഞ്ചരിച്ച സ്കൂട്ടർ കേസിലെ 4-ാം പ്രതിയായ ജോമിൻ എന്നയാൾ എറണാകുളം വൈപ്പിനിൽ ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവച്ചിരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ സ്കൂട്ടറും ഇനി കണ്ടെത്താനുണ്ട്. എന്നാൽ ഈ ഒമ്നി വാൻ ഈ ജോമൻ എടുത്തത്, സുഹൃത്തിന്റെ വാഹനം എടുത്തത് ജോമന്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ അത്യാവശ്യമായി പോകണം എന്ന് പറഞ്ഞാണ് വാഹനം കൊണ്ടുപോയതെന്നാണ് ഈ ഒമ്നി ഉടമ സിജോ എന്നയാൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഈ സിജോ ഇക്കാര്യങ്ങളെല്ലാം വാർത്തകളിൽ കൂടെയാണ് അറിഞ്ഞത്. ഈ കൊലപാതകം നടന്ന ദിവസം രാവിലെ 9 മണിയോടെ തന്നെ വാഹനം ഈ ജോമൻ സിജോയുടെ വീട്ടിലെത്തിച്ചു. തുടർന്ന് ഈ സിജോയുടെ വീട്ടിലെത്തിച്ച ശേഷം ജോമൻ പോവുകയായിരുന്നു. ഈ വാഹനത്തിന്റെ താക്കോൽ ചോദിച്ച് പലതവണ സിജോ ജോമോനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. പിന്നീടാണ് മാധ്യമങ്ങളിലൂടെ ഈ കൊലപാതക വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ സിജോ തൊടുപുഴ പോലീസിൽ ഇക്കാര്യം സംബന്ധിച്ച് വിവരം നൽകി. എന്തായാലും ഈ ജോമോൻ ഈ വാഹനം കൊണ്ടിട്ടത്, വാഹനം കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് കൊണ്ടിട്ടത്. എന്നാലും ഇന്ന് രാവിലെ വന്ന ഫോറൻസിക് വിരലട വിദഗ്ധർ ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു. ഇവർ വാഹനം, ഈ പോലീസുകാരുടെ നേതൃത്വത്തിൽ വാഹനം തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. ഫോറൻസിക് സംഘത്തിന്റെ ശാസ്ത്രീയമായ പരിശോധന അടക്കം വാഹനത്തിൽ ഇനിയും നടക്കുവാനുണ്ട്. വാഹനത്തിനുള്ളിൽ നിന്ന് രക്തക്കറ അടക്കമുള്ളവ ഉണ്ടായിരുന്നതാണ് ഫോറൻസിക് സംഘത്തിന്റെ ആദ്യ പരിശോധനയിൽ കണ്ടെത്തിയത്. പ്രതികളുമായി ഇനിയും തെളിവെടുപ്പ് തുടരും. ഇന്നലെയാണ് കേസിലെ 3 പ്രതികളെ തൊടുപുഴ പോലീസ് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രധാനമായി ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ വാൻ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. മറ്റ് പ്രതികൾക്കെതിരെയും, ഈ കേസിൽ 4 പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന, കൊലക്കുറ്റം തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ ഈ കൊല്ലപ്പെട്ട ബിജുവിന്റെ ഭാര്യ മഞ്ജുവിന്റെ മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാപ്പ കേസിൽ റിമാൻഡിലുള്ള ഈ കേസിൽ തന്നെ ഒരു പ്രതി ആഷിഖ് ജോൺസൺ തൃശൂർ ജയിലിലാണ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിക്കാനുള്ള നടപടിയും പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട്. രഞ്ജിത്ത്, മറ്റൊരു കാര്യം, ഈ കൊട്ടേഷൻ സംഘം ഈ ബിസിനസ്സിൽ ചില പരാജയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു കരാറുണ്ടായിരുന്നു. ആ കരാർ ലംഘനമാണ് ഈ വലിയ കൊലപാതകത്തിലേക്ക് നയിച്ചത്, നമുക്കറിയാം. പക്ഷെ അപ്പോഴും ഇങ്ങനെ അടുത്ത ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നൊരു മാനസികാവസ്ഥയിലേക്ക് ഇയാൾ എത്തണമെങ്കിൽ അതിന് കൊട്ടേഷൻ സംഘങ്ങളെ ഏർപ്പെടുത്തണമെങ്കിൽ നമുക്കറിയാം ഇപ്പോഴത്തെ എല്ലാ കൊലപാതകങ്ങളും പിടിക്കപ്പെടും. സ്വാഗർ, യാതൊരു സംശയവുമില്ല. പുതിയ കാലത്തിൽ പോലീസിൻ്റെ അന്വേഷണ സംവിധാനങ്ങൾ വളരെ വിപുലമാണ്. അവർ ഏത് തരത്തിലും അത് കൈകാര്യം ചെയ്യുകയും മറ്റും ചെയ്യും. പക്ഷേ ഇങ്ങനെ പിടിക്കപ്പെടാതെ ഈ സംഗതി നടപ്പിലാക്കാം എന്നുള്ള വിചാരമായിരുന്നോ, അതോ
കേവലം മർദ്ദിച്ച് ഇയാളെ ഈ പണം വാങ്ങാമെന്നുള്ള വിചാരമായിരുന്നോ? മർദ്ദനത്തിനിടയ്ക്ക് സംഭവിച്ച മരണമാണോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് പങ്കുവെക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരം ഒരു കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ട് രഞ്ജിത്ത്. കാരണം ഇവർ ഈ കൊല്ലപ്പെട്ട ബിജു ജോമോനുമായി ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. അത് ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലാണ് അത്തരത്തിലൊരു കരാർ ഉണ്ടാക്കിയത്. ആ കരാർ പ്രകാരം ആംബുലൻസ്, ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ ഉൾപ്പെടെ, അതായത് മൊബൈൽ ഫ്രീസർ ഉൾപ്പെടെ ജോമോന് തിരികെ നൽകാം, കുറച്ച് പണവും തിരികെ നൽകാം എന്ന രീതിയിലെല്ലാം തന്നെ കരാർ ഉണ്ടായിരുന്നു. ഈ കരാർ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചു. ജോമോൻ ബിസിനസ്സിൽ വളരെയധികം താഴെ പോവുകയും ചെയ്തു. ജോമോൻ ചെയ്ത ബിസിനസ്സുകളെല്ലാം തന്നെ തകർന്നു. ജോമോന്റെ കുടുംബപരമായ കാര്യങ്ങൾ കൂടി നടക്കാതെ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ജോമോന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ജോമോൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴി എത്രമാത്രം വിശ്വാസത്തിലെടുക്കണം എന്നതിനെ കുറിച്ച് പോലീസ് മറ്റു പ്രതികളെ കൂടി ചോദ്യം ചെയ്താൽ മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ജോമോൻ നൽകിയിരിക്കുന്ന മൊഴി ഇത്തരത്തിലുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ജോമോൻ ഈ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയത്. ഈ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ജോമോൻ വാഹനം ഓടിച്ചു. തൊട്ടുപുറകിലായിരുന്നു ഈ ഒമ്നി വാന്റെ പുറകിലത്തെ സീറ്റിലാണ് പ്രതികളായ മുഹമ്മദ് അസ്രവും ആഷിഖും ഇരുന്നത്. ഇവരാണ് ബിജുവിനെ വലിച്ചു വണ്ടിയിൽ കയറ്റിയതും മർദ്ദിച്ചതുമെല്ലാം. ഈ വാഹനത്തിൽ കയറ്റിയ ബിജു ഉടൻ തന്നെ കയറ്റിയപ്പോൾ കിടന്ന് ഒച്ച വെച്ചു. ഈ ഒച്ച വെച്ചപ്പോൾ മിണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ മുഹമ്മദ് അസ്ലവും ആഷിഖും കൂടി ചേർന്ന് ബിജുവിന്റെ കഴുത്തിൽ ചവിട്ടിപ്പിടിച്ചത്. ഈ സമയത്താണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസ് പറഞ്ഞത്. അത്തരത്തിലേക്കാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് ഇത് എത്തിയത്. ജോമോൻ ഇടയ്ക്ക് വാഹനം ഓടിച്ചിരുന്ന സമയത്ത് ബിജു പുറകിൽ കിടന്ന് ഒച്ച വെച്ച സമയത്ത് ബിജുവിനെ മർദ്ദിച്ചു എന്നും പോലീസ് പറയുന്നുണ്ട്. അതായത് വായിൽ തുണി തിരുകാൻ വരെ ജോമോൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറഞ്ഞത്. അത്തരത്തിൽ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും ജോമോനും ബിജുവിനെ ക്രൂരമായി മർദ്ദിച്ചു. അത്തരത്തിലൊരു ക്രൂര മർദ്ദനമേറ്റ് തന്നെയാണ് ഈ ബിജു കൊല്ലപ്പെട്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടർന്ന് ഇവർ കൊല്ലപ്പെട്ട് ഈ ഗോഡൌണിൽ എത്തിച്ച്, ജോമോന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഗോഡൌൺ ഉണ്ട് തൊടുപുഴയ്ക്കടുത്ത്, ഈ ഗോഡൌണിൽ എത്തിച്ച് ഇവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടതിന് ശേഷം ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക എന്ന ഉദ്ദേശമായിരുന്നു ജോമോന് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ ബിജു മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. തുടർന്നാണ് ഇവർ ഈ ഗോഡൌണിൽ എത്തിച്ച് ഈ മാൻഹോളിലേക്ക് ബിജുവിനെ തള്ളിയിടുകയും ഈ മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും പിടിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്യണം എന്നൊരു കാര്യം ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് ജോമോൻ പറഞ്ഞത്. അതിനു മുമ്പ് 2 തവണ ഈ ജോമോൻ വിവിധ 2 കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഇക്കാര്യത്തെ കുറിച്ച് സൂചന നൽകിയിരുന്നു. അവർ വീട്ടിൽ കയറി ആക്രമിക്കാം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജോമോനെ അറിയിച്ചു. എന്നാൽ ഈ ബിജുവിന്റെ കുടുംബത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, പ്രായമായ ആളുകളുണ്ട്, പെൺമക്കളുണ്ട്. ഇവരെല്ലാം ഉള്ളതിന്റെ പേരിൽ അത്തരത്തിലൊരു കൊട്ടേഷൻ ഇല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്രമണ പദ്ധതി വേണ്ട എന്ന് ജോമോൻ തന്നെയാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളോട് പറഞ്ഞത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൊലപാതകം നടന്ന ഈ കൊട്ടേഷൻ ടീമിനെ ജോമോൻ സമീപിച്ചത്. ഇവർക്ക് 6 ലക്ഷം രൂപയാണ് ഈ ജോമോൻ വാഗ്ദാനം ചെയ്തത്. പണം വാങ്ങിച്ചു തരികയാണെങ്കിൽ ഈ 6 ലക്ഷം രൂപ തരാമെന്നാണ് ജോമോൻ ഇവർക്ക് വാഗ്ദാനം ചെയ്തത്. ഇതിന്റെ ആദ്യഘട്ടമായി 12,000 രൂപ ജോമോൻ ഗൂഗിൾ പേ ചെയ്ത് നൽകിയതും ഇതിൽ ഏറ്റവും വലിയൊരു തെളിവാണ്. ഈ പ്രതികൾക്ക് അതായത് ഈ കൊട്ടേഷൻ സംഘ അംഗങ്ങൾക്ക് 12,000 രൂപ ജോമോൻ ഗൂഗിൾ പേ ചെയ്ത് നൽകി. ഇതെല്ലാം തന്നെ ഈ ബിജുവിനെ കരുതി കൂട്ടി കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തുക, കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടർന്ന് ഈ വാഹനത്തിൽ കയറ്റിയ ബിജു ഒച്ച വെച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ എത്തിയത് എന്നാണ് ഈ ജോമോൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിൽ പ്രധാനമായും ഇതിൽ ഈ ബിജുവിനെ കൊല്ലുവാനായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തത് മുഹമ്മദ് അസ്ലമും ആഷിഖുമാണ്. ഇവരാണ് വാഹനത്തിന്റെ പുറകിലുണ്ടായിരുന്നത്. മറ്റൊരു പ്രതി ജോമിൻ ഈ ബിജു ഓടിച്ചുകൊണ്ട് വന്ന സ്കൂട്ടർ, ബിജു രാവിലെ വീട്ടിൽ നിന്ന് സ്കൂട്ടറിലാണ് ഇറങ്ങിയത്. ഈ സ്കൂട്ടർ തട്ടിയെടുത്തതിന് ശേഷം ബിജുവിനെ വാഹനത്തിൽ കയറ്റി തുടർന്ന് ഈ സ്കൂട്ടർ ഓടിച്ച് ആണ് ഈ ഗോഡൌണിലേക്ക് വരികയും പിന്നീട് ഈ കൊലപാതകം നടന്നതിന് ശേഷം ജോമിൻ ഈ സ്കൂട്ടർ വൈപ്പിനിൽ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണെന്നാണ് ജോമിൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ സ്കൂട്ടറും കണ്ടെടുക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ നാളെ കഴിഞ്ഞായിട്ട് നടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മറ്റൊരു കാപ്പ കേസിൽ പ്രതി ഉണ്ട് ആഷിഖാണ് ഈ കൊലപാതകത്തിലും 2ാം പ്രതിയായിട്ടുള്ളത്. ഈ ആഷിഖിനെ തൃശ്ശൂരിലെ ജയിലിൽ നിന്ന് ഇവിടെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ച് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോയി വിശദമായ മൊഴിയെടുക്കലും എല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഈ 5 ദിവസമാണ് ഇവരെ കസ്റ്റഡി കാലാവധി നൽകിയിരിക്കുന്നത് പ്രതികളുടെ. ആ ദിവസത്തിനുള്ളിൽ തന്നെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി, അതാണ് സാഹചര്യം. മറ്റൊരു വാർത്ത താമരശ്ശേരിയിലെ ഷിബില വധക്കേസുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പ്രതി യാസിർ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ കടയിൽ എത്തിച്ചത് തെളിവെടുത്തു. കൈതപ്പൊയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കത്തി വാങ്ങിയത്. കടയിലെ ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞു. ബാലശ്ശേരി എസ്റ്റേറ്റ് ജംഗ്ഷനിലെ പെട്രോൾ പമ്പിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രതിയെ എത്തിച്ച്
തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ മാസം 29 വരെയാണ് പ്രതിയുടെ കസ്റ്റഡി കാലാവധി. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, ഇന്നിപ്പോൾ തെളിവെടുപ്പാണ്. തെളിവ് ശേഖരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട്. ഇനി എന്തൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? രഞ്ജിത്ത് ഇതുവരെ 3 ഇടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് പോലീസിന് കസ്റ്റഡിയിൽ പ്രതിയെ ലഭിച്ചത്. അതിനുശേഷം ഇന്നലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് എത്തിച്ചിരുന്നു. അവിടെ നിന്നാണ് പ്രതിയെ പോലീസിന് നാട്ടുകാർ പിടികൂടി കൈമാറിയത്. അതിനു മുമ്പ് എസ്റ്റേറ്റ് മുക്ക് ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിലെത്തി പെട്രോൾ അടിച്ചിരുന്നു. ഈ കൃത്യം നടത്തിയ ശേഷം ഒരു കാറിലായിരുന്നു പ്രതി അവിടെ നിന്നും രക്ഷപ്പെട്ടത്. ആ കാറിന്റെ ചില്ലുകൾ ഈ ഷിബിലയുടെ അച്ഛൻ എറിഞ്ഞ് തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് വാഹനം നിർത്തിയിട്ടപ്പോൾ ഈ കാറ് കണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരം അടക്കമുള്ള 3 സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു. കൈതപ്പൊയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഈ കൃത്യത്തിനുള്ള കത്തി പ്രതി വാങ്ങിയത്. ആ സ്ഥാപനത്തിലെത്തിച്ച് ആ സ്ഥാപനത്തിലെ ജീവനക്കാർ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു. 2 കത്തികളാണ് ഈ കൊലപാതകത്തിന് ഇയാൾ ഉപേക്ഷിച്ചത്. നേരത്തെ ഒരു സ്റ്റീൽ കത്തി, അത് നേരത്തെ തന്നെ കൈവശം കരുതിയ കത്തിയാണ്. അതിനൊപ്പമാണ് പുതിയ മൂർച്ചയേറിയ മറ്റൊരു കത്തി കൂടി ഈ കൈതപ്പൊയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. ഈ 2 കത്തികൾ ഉപയോഗിച്ച് 11 മുറിപ്പാടുകളാണ് ഈ ഷിബിലയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ കഴുത്തിൽ കുത്തിയിറക്കിയ 2 പാടുകളാണ് 2 ആക്രമണം. ഈ 2 കഴുത്തിൽ കുത്തിയിറക്കിയ കത്തിയുടെ മൂർച്ചയേറിയ ഭാഗം കൊണ്ടുള്ള ആക്രമണമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം ഷിബിലയുടെ പിതാവിനും കുത്തേൽക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മൊഴിയെടുക്കലും അതിനൊപ്പമുള്ള തെളിവ് ശേഖരണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഈങ്ങാപ്പുഴയിലെ ഷിബിലയുടെ വീട്ടിലെത്തിയുള്ള തെളിവെടുപ്പാണ് അവശേഷിക്കുന്നത്. അതിന് ഒരു കൃത്യമായ സമയം എടുത്ത് മാത്രമേ പോകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം വലിയ സുരക്ഷാ ഭീഷണിയുണ്ട്. അയൽവാസികളും ബന്ധുക്കളും അടക്കമുള്ള നിരവധി ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് വീടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് പ്രതിയെ അവിടേക്ക് എത്തിക്കുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം എന്നിവയൊക്കെ ഉയരുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രമേ അക്കാര്യത്തിൽ കൊണ്ടുപോകൂ. 29 വരെയാണ് കസ്റ്റഡിയിൽ പോലീസിന് വിട്ടു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും സമയമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പ്രധാനമായുള്ള മറ്റ് 3 ഇടങ്ങളിലെ തെളിവെടുപ്പ് ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വളരെ വിശദമായി തന്നെ പ്രതിയെ ഇന്നും നാളെയും ചോദ്യം ചെയ്യും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ള ഛേദോവികാരം? അത് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ നിന്നുള്ളതാണോ അതോ ഏറെ നാളായി ആലോചിച്ചുറപ്പിച്ച് ആസൂത്രിതമായി തന്നെ ചെയ്ത ഒരു കൊലപാതകമാണോ എന്ന് പോലീസ് പരിശോധിക്കും. നേരത്തെ തന്നെ ആദ്യ ചോദ്യം ചെയ്യലിൽ പ്രതി പറഞ്ഞിരുന്നതും ഈ തന്നോടൊപ്പം വളരെ വർഷങ്ങളായി ഉള്ള ആളാണ്, തനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഭാര്യയെ, തന്നെ വിട്ടു പിരിയുമെന്ന ഒരു സ്ഥിതി വന്നപ്പോൾ തന്നോടൊപ്പം ഇനി റംസാൻ കാലം കഴിയുമ്പോൾ വിവാഹമോചനത്തിലുള്ള നടപടികളിലേക്ക് പൂർണ്ണമായും കടക്കുമെന്ന് കുടുംബം അറിയിച്ചതോടുകൂടി ആ വാശിയിലാണ് താൻ ഇത്തരം കാര്യം ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനുപരി മറ്റു കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ലഹരിയുടെ സ്വാധീനവും മറ്റുമൊക്കെ ഇക്കാര്യത്തിൽ എത്രമാത്രം ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ലഹരി മാഫിയവുമായുള്ള യാസറിന്റെ ഇടപാടുകളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. നേരത്തെ താമരശ്ശേരിയിൽ തന്നെ അമ്മയെ വകവരുത്തിയ ആഷിഖ് എന്നയാൾ ഉണ്ട്. അയാളുമായി ചങ്ങാത്തമുള്ള ആളായിരുന്നു. ഈ കൊലപാതകം നടത്തിയ ശേഷവും ആഷിഖും ഇയാളുമൊത്തുള്ള ചിത്രങ്ങൾ ഫോണിലും മറ്റും സൂക്ഷിക്കുകയും ഇക്കാര്യത്തെ ചൊല്ലി വീട്ടിൽ വലിയ തോതിലുള്ള കലഹം ഉണ്ടായിരുന്നു. ഈ കലഹത്തിനെ തുടർന്നാണ് താമരശ്ശേരി പോലീസിന് പരാതി നൽകുകയും പോലീസ് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുകയും ചെയ്ത് ഇത്തരത്തിൽ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിൽ അറിയിച്ചതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമെന്നും പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഇതടക്കമുള്ള എല്ലാ സാധ്യതകളും വളരെ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കും. ഈങ്ങാപ്പുഴയിലെ വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പ് ഇന്ന് വൈകിട്ടോ നാളെയൊക്കെ നടക്കാനാണ് സാധ്യത. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും തെളിവെടുപ്പ് ഇപ്പോഴും നടക്കുന്ന പശ്ചാത്തലമുണ്ട്. തെളിവെടുപ്പ് പൂർത്തിയായിട്ടില്ല. മറ്റു സ്ഥലങ്ങളിൽ കൂടി തെളിവെടുക്കേണ്ടതുണ്ട്. ഈങ്ങാപ്പുഴയിലും മറ്റും എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. കടയിലെ ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞത് വലിയ തോതിൽ അന്വേഷണ സംഘത്തിന് ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. തെളിവുകൾ പ്രധാനമാണ് ഇത്തരം കേസുകളിൽ എന്നുള്ളത് നമുക്കറിയാം. തെളിവുകൾ തേടുകയാണ് പോലീസ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസമാണ് IB ഉദ്യോഗസ്ഥ, വളരെ ചെറുപ്പക്കാരിയായ 24 വയസ്സ് മാത്രമുള്ള IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തത്. ഇതിൽ ഈ മരണം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കുടുംബം അത് സ്ഥിരീകരിക്കുകയാണ്. ദുരൂഹത കുടുംബം ആരോപിക്കുകയാണ്. മേഘയ്ക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് IBക്കും പേട്ട പോലീസിനും ഇവർ പരാതിയും നൽകിയിട്ടുണ്ട്. മേഘ അവസാനമായി ആരോട് സംസാരിച്ചു എന്നത് അന്വേഷിക്കണം എന്നാണ് ആവശ്യം. മേഘയുടെ ഫോൺ സൈബർ കുറ്റാന്വേഷണ വിഭാഗം പരിശോധിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവൾ രാവിലെ സാധാരണ ഷിഫ്റ്റ് കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം അത് തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങി വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ അവൾ പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്കൊന്നുമില്ല. ഈ റെയിൽവേ ട്രാക്കിൽ പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദുരൂഹതയുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ ഫോൺ ആര് ചെയ്തു എന്നറിയാൻ പറ്റും. കാരണം ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ട്രാക്കിൽ കൂടെ നടന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞതായിട്ടാണ് അവർ പറയുന്നത്. അങ്ങനെ ജോലി സ്ഥലത്ത് പ്രശ്നമുള്ളതായിട്ടൊന്നും നമുക്ക് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവർ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഇവരുടെ ബാച്ചിലുള്ള ഒരാളുമായിട്ട് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങനെ ഒരു ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടാണോ അന്നേരം വിളിച്ചിരുന്നതെന്നും ഇത് സംഭവിച്ചതെന്നും നമുക്ക് അന്വേഷണത്തിൽ കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ അന്വേഷണം ആവശ്യപ്പെടുന്നത്. വീട്ടിലൊക്കെ അറിയാമായിരുന്നു അങ്ങനെ ഒരു ഇങ്ങനെ വിളിക്കുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ആയിരുന്നു ഇത് ലാസ്റ്റ് വിളിക്കുന്ന സമയത്തൊക്കെ? നമ്മളോട് കുഴപ്പം. ഇപ്പോൾ ആറ്റുകാലിൽ പോയി പൊങ്കാലയൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ച് നമ്മൾ റൂമിൽ കൊണ്ടുവിട്ടതാണ്. ഇന്ന് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവർ എല്ലാം സംസാരിച്ചു. അവർ ഹൈ ലെവൽ എൻക്വയറിക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇനിയും നമ്മൾ പരാതിയായിട്ട് അങ്ങ് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. പരാതി കൊടുക്കണം. നമ്മൾ രേഖാമൂലം പരാതി പോലീസ് സ്റ്റേഷനിൽ IBക്കും കൊടുക്കണം. അപ്പോൾ ഇനി പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം. മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്. അതിൻ്റെ അന്വേഷണം വേണം. ഇപ്പോൾ തന്നെ ഞങ്ങൾ IBക്കും പേട്ട സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടർ നടപടി സ്വീകരിക്കും. എന്താണ് ദുരൂഹതയായിട്ട് എന്താണ്? ദുരൂഹത ഞങ്ങൾ കാണുന്നുണ്ട്. അത് അന്വേഷണത്തിലൂടെ വ്യക്തമാകും. പ്രണയത്തകർച്ചയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് എന്നാണ് സൂചന. ഡാൻ കുര്യൻ വിശദാംശങ്ങൾ പങ്കുവെക്കും. ഒപ്പം ശശിനാരായണൻ ഈ കുടുംബത്തിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ചേരുന്നു. ഡാന്, നമുക്കറിയാം ഈ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നു. ഇവർ സാധാരണ പോകാത്ത വഴികളിലൂടെ ഈ കുട്ടി കടന്നു പോകുന്നു. ഇതിനിടയിൽ തന്നെ മരണം സംഭവിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായും വ്യക്തിപരമായ കാരണങ്ങളാകാം. ഈ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം. വ്യക്തിപരമായ കാരണങ്ങളാകാം, അത് പ്രണയത്തകർച്ച പ്രധാനപ്പെട്ട കാരണമാകാം. അതിൽ കേന്ദ്രീകരിച്ച് തന്നെയാണോ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്? രഞ്ജിത്ത്, ജോലിയുമായി ബന്ധപ്പെട്ട ദുരൂഹതകളല്ല, മറിച്ച് വ്യക്തിപരമായി ഈ ഒരു മലപ്പുറം സ്വദേശിയായ യുവാവുമായി പഞ്ചാബിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ആ യുവതി അടുപ്പത്തിലായെന്നും പിന്നീട് ആ അടുപ്പമാണ് ഇങ്ങനെ ഒരു വിവാഹാലോചനയിലേക്ക് വരെ എത്തിയതെന്നും, പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ഈ യുവാവ് ഈ വിവാഹാലോചനയിൽ നിന്ന് പിന്മാറിയതാണ് മേഘയെ മാനസികമായി തളർത്തിയതെന്നുമുള്ള സൂചനകളാണ് പോലീസിന് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കുടുംബം IBക്കും അതോടൊപ്പം പേട്ട പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. ഈ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. യുവതിയുടെ കൈവശമുണ്ടായിരുന്ന സ്മാർട്ട് ഫോൺ 3 തകർന്നു പോയ നിലയിലാണ്. കാരണം ഇവർ ട്രാക്കിലേക്ക് ആത്മഹത്യ ചെയ്യാനായി നടന്നു പോകുന്ന വഴി ഫോൺ ഉൾപ്പെടെ ഈ ട്രെയിനടിയിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വിവരങ്ങൾ വീണ്ടെടുക്കുക നിലവിൽ ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അവശേഷിക്കുന്ന ഒരു ഫോൺ വഴി കോൾ ഡേറ്റ റെക്കോർഡുകൾ വിശദമായി പരിശോധിക്കുക എന്ന കാര്യം മാത്രമാണ്. അതിനുള്ള നടപടികൾ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ യുവാവിൽ നിന്നടക്കം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയും. ആത്മഹത്യയ്ക്ക് പ്രേരണയാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ ഇടപെടലുകളോ ഈ അടുപ്പമുണ്ടായിരുന്ന യുവാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്ന കാര്യത്തിലാണ് വിശദമായ അന്വേഷണം നടക്കുന്നത്. ഈ പ്രണയബന്ധം തന്നെയാണ്, അതിലുണ്ടായ ഉലച്ചിലാണ് ഇങ്ങനെയൊരു ആത്മഹത്യയിലേക്ക് 24 വയസ്സ് മാത്രം പ്രായമുള്ള മേഘ എന്ന IB ഉദ്യോഗസ്ഥയായ യുവതിയെ നയിച്ചത് എന്ന കാര്യം പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുകയാണ്. അവരുടെ സഹപ്രവർത്തകരിൽ നിന്നടക്കം ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മേഘയ്ക്കൊപ്പം തന്നെ ജോലിയിൽ പ്രവേശിച്ച ഒരു യുവാവുമായി ഈ പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നും ബന്ധുക്കളൊക്കെ ആദ്യം എതിർത്തിരുന്നെങ്കിലും പിന്നീട് മേഘയുടെ ഇഷ്ടത്തിന് വഴങ്ങുകയായിരുന്നുവെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഈ യുവാവ് ഏത് പശ്ചാത്തലത്തിലാണ് ഈ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാനിടയായത്, അതോടൊപ്പം ഈ ആത്മഹത്യയ്ക്ക് തൊട്ടു മുമ്പ് മൊബൈൽ ഫോണിൽ മേഘ സംസാരിച്ചിരുന്നത് ഈ യുവാവുമായിട്ടാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പേട്ട പോലീസ് ഉൾപ്പെടെ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. തിരിച്ചു വരാൻ ഡാൻ തുടരുക. ശശിനാരായണൻ, ഇത് ഈ കുടുംബത്തിൻ്റെ ആരോപണം, അവരുടെ ഒരു പരാതി നമ്മൾ കേട്ടതാണ്.
ദുരൂഹതയുണ്ട്. കുടുംബത്തിനും വ്യക്തമായി അറിയാമായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ പ്രണയബന്ധത്തെക്കുറിച്ച്. വീട്ടിലൊക്കെ കല്യാണാലോചനയുമായി വന്നിരുന്നു, അത്തരത്തിൽ ചില ആലോചന നടന്നിരുന്നുവെന്നും ചില സൂചനകൾ കൂടിയുണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് തന്നെയാണോ ഇവർ ദുരൂഹത സംശയിക്കുന്നത്? രഞ്ജിത്തെ, ആ തരത്തിൽ തന്നെയാണ് പ്രധാനമായും കുടുംബം ഈ ആരോപണം ഉന്നയിക്കുന്നത്. മേഘയ്ക്ക് ഈ യുവാവുമായുള്ള അടുപ്പം ആണ് ഈ മരണത്തിന് കാരണമെന്നൊരു സൂചന പോലീസ് നൽകിയിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള ഒരു തീരുമാനം, ഒരു സംശയം കുടുംബത്തിനുണ്ട്. അത് ആണ് മേഘയുടെ അച്ഛൻ മധുസൂദനൻ എന്ന് വ്യക്തമാക്കിയത്. ഇവർ തമ്മിലുള്ള സൗഹൃദം വീട്ടുകാർക്ക് അറിയാമായിരുന്നു. ഫോൺ വിളി വീട്ടിൽ വരുന്ന സമയത്തും മേഘ ഇത്തരത്തിൽ യുവാവുമായി ഫോണിൽ ബന്ധപ്പെട്ട് ഫോണിലുമായി സംസാരിക്കുന്നതൊക്കെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. എന്തായാലും അത്തരമൊരു കാര്യമാണോ ഈ പ്രണയബന്ധം തകർന്നു എന്നുള്ള മനോവിഷമമാണോ ഈ മരണത്തിന് കാരണമെന്നും ആത്മഹത്യ കാരണമെന്നുള്ള കാര്യമാണ് വീട്ടുകാർ സംശയിക്കുന്നത്. എന്തായാലും ഈ മേഘ റെയിൽവേ ട്രാക്കിൽ കൂടെ സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാവുകയും ആത്മഹത്യക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. ആരോടാണ് മേഘ ഫോണിൽ സംസാരിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തുക. അത് ഈ യുവാവുമായിട്ടാണോ സംസാരിച്ചത്, അവർ തമ്മിൽ എന്തെങ്കിലും ആശയവിനിമയം നടത്തുക, അത് സംബന്ധിച്ചുള്ള വല്ല മാനസിക വിഷമം ഉണ്ടായാണോ ആത്മഹത്യ കാരണം എന്നുള്ള കാര്യം കൂടി പിതാവും കുടുംബവും ഒക്കെ സംശയിക്കുന്നുണ്ട്. എന്തായാലും ഈ വീട്ടിലെ സാഹചര്യം, അവർക്ക് ജീവിത സാഹചര്യം എല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവർക്ക് മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ മനോവിഷമങ്ങളോ ഒന്നും തന്നെയില്ല. ഇന്നലെയും മേഘ മരിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. ഒപ്പം ഇന്നലത്തെ ജോലിക്ക് ശേഷം രാവിലെ റൂമിലേക്ക് വരുന്ന സമയത്ത് ഈ റെയിൽവേ പാളം വഴി വരേണ്ട കാര്യമില്ല, ട്രാക്ക് വഴി വരേണ്ട കാര്യമില്ല, അങ്ങനെയല്ല വരുന്നത്, എന്തുകൊണ്ട് ഈ റെയിൽവേ ട്രാക്കിൽ എത്തി എന്നുള്ള കാര്യം കൂടി പിതാവ് സംശയം ഉന്നയിക്കുന്നു. അല്ലാതെ തന്നെ റൂമിലെത്താൻ വഴിയുണ്ട്, അവിടെ എത്തിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി വീട്ടുകാർ സംശയിക്കുന്നുണ്ട്. ഈ ഫോൺ വിളിച്ചത് ആരാണ്? ഈ യുവാവ് തന്നെയാണോ? നേരത്തെ സൗഹൃദത്തിലുള്ള യുവാവ് തന്നെയാണോ? അതിലുള്ള പ്രേരണയാണോ ആത്മഹത്യ കാരണം എന്നുള്ള കാര്യമാണ് വീട്ടുകാർ ഉറച്ചു നിൽക്കുന്നത്. അത്തരത്തിലൊരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഐഡിക്കും അതുപോലെ തന്നെ പേട്ട പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഈ മരണകാരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വിവരം ലഭിക്കും എന്നുള്ളതാണ് വീട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. അന്വേഷണത്തിൽ വീട്ടുകാർ ഇന്നലെ മുതൽ പോലീസിന്റെയും ഐബിയുടെയും ഒക്കെ സമീപനത്തിൽ വലിയ തൃപ്തിയാണ് വീട്ടുകാർ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും 24 വയസ്സ് മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും രണ്ടുപേരും റിട്ടയർഡ് അധ്യാപകനാണ് മധുസൂദനൻ. അമ്മ പാലക്കാട് കളക്ടറിലെ ജീവനക്കാരിയാണ് നിഷ. രണ്ടുപേരും സർക്കാർ ജീവനക്കാരാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളോ അത്തരത്തിൽ മാനസിക പ്രശ്നങ്ങളോ ജോലി സംബന്ധമായ പ്രശ്നങ്ങളോ ഒന്നും തന്നെ മേഘയെ അലട്ടിയിരുന്നില്ല. പക്ഷേ ട്രെയിനിങ് പീരീഡിൽ ഈ യുവാവുമായുള്ള ഒരു ബന്ധം, ഒരു സൗഹൃദം അത് തുടർന്നിരുന്നു. ഒരു വർഷക്കാലം മാത്രമാണ്, ഒരു വർഷമായിട്ടുള്ളൂ ഇപ്പം മേഘ ഈ IB ഉദ്യോഗസ്ഥയെ അവിടെ ജോലിക്ക് കയറിയിട്ട്. അതിനുശേഷം ഈ യുവാവുമായി ട്രെയിനിങ് പീരീഡിലുണ്ടായ ചില സൗഹൃദങ്ങൾ തുടർന്നു വന്നിരുന്നു. അത് വീട്ടിലാർക്കും അറിയാമായിരുന്നു, ഇടയ്ക്കൊക്കെ ഫോൺ ചെയ്യുമായിരുന്നു. ഇതെല്ലാം ഇതിന്റെ ഒരു ഘടകമാണ്. എന്തായാലും ഇവർ തമ്മിൽ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഈ പ്രണയ നൈരാശ്യമാണോ എന്നുള്ള കാര്യത്തിലൂടെ ആണ് ഇപ്പോൾ ഈ മരണത്തെക്കുറിച്ച് സംശയം ഉണ്ടാക്കുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണ നിലയ്ക്ക് പ്രണയ നൈരാശ്യം എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ തന്നെ ഒരു അന്വേഷണം പോവുകയാണ്. അത് ഫോൺ കണ്ടെടുത്ത് അത് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി അന്വേഷിച്ച് അതിൽ നിന്ന് രേഖകൾ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ഇതിന് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. എന്തായാലും ഒരു മകൾ മാത്രമാണുള്ളത്. രണ്ടുപേർ ഈ കുടുംബത്തിലെ ഏക മകളാണ് ഈ മരണമടഞ്ഞ മേഘ. എന്തായാലും പോലീസിന്റെ അന്വേഷണത്തെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണ് കുടുംബം. ഈ തീർച്ചയായും ഇപ്പോൾ ഡാൻ കുര്യൻ തുടരുന്നു. ഡാൻ, ഇവിടെ നമുക്കറിയാം പോലീസിനും IBക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഈ IBയുടെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം ഉണ്ടാകുമോ? IBയുടെ ഉദ്യോഗസ്ഥയാണ്, അവർക്കും ഈ വിഷയത്തിൽ ഇടപെടേണ്ട സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണമുണ്ടോ? ഒരുപക്ഷെ IB അന്വേഷിക്കുക പേഴ്സണൽ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, ഈ പറഞ്ഞതുപോലെ ഔദ്യോഗികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ആയിരിക്കും. അന്വേഷണം 2 ടീമുകളും ആരംഭിച്ചിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ അടുപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്ന യുവാവും IBയുടെ തന്നെ ഒരു യൂണിറ്റിൽ കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ IB ഉദ്യോഗസ്ഥയായ ഒരു 24-കാരി ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പോവുകയും പിന്നീട് അത് ദുരൂഹത ആരോപിച്ച കുടുംബം തന്നെ രംഗത്തെത്തുകയും പരാതി ഔദ്യോഗികമായി പോലീസിനും IBക്കും കൈമാറുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആഭ്യന്തരമായ ഒരു അന്വേഷണം IB നടത്താൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി യുവാവ്
യുവാവിനെതിരെ വരുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അവിടെ പോലീസ് പറയുന്നത് ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ പ്രേരണയാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഇടപെടൽ ഈ യുവാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് അവരുടെ മുന്നിലുള്ള വെല്ലുവിളി. ആ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു ധാരണ എത്തിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ വിശദമായി ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് ഈ യുവാവിനെ കൂടി അതിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന തരത്തിലുള്ള തുടർ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയുള്ളൂ എന്നാണ് പേട്ട പോലീസ് നൽകുന്ന സൂചന. അതാണ് സാഹചര്യം. ഏതായാലും IBയും പോലീസും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയാണ്. പ്രണയ നൈരാശ്യം തന്നെയാണ് മേഘയെ ഇത്തരത്തിലൊരു കടുങ്കൈക്ക് പ്രേരിപ്പിച്ചത് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. ശശിനാരായണനും ഡാൻ കുര്യനും വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകേണ്ടത് അത് ADGP MR അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് കോടതിയെ സർക്കാർ അറിയിച്ചില്ല എന്നുള്ളതാണ്. അന്വേഷണം പൂർത്തിയായില്ലെന്നും പൂർത്തിയാക്കിയാൽ 45 ദിവസത്തെ സമയം വേണമെന്നും സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തി. പൂരവിവാദത്തിലെ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി മന്ത്രി K രാജനിൽ നിന്നും മൊഴിയെടുക്കും. നിയമസഭ പൂർത്തിയാവുന്ന മുറയ്ക്ക് മൊഴി നൽകാൻ തയ്യാറാണെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്ന് നിങ്ങളുടെ അഭിപ്രായമാണ്. എനിക്ക് അഭിപ്രായമില്ല. ഇതൊക്കെ നമ്മളെങ്ങനെയാണ് നിശ്ചയിക്കുക? എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുക? ഏഷ്യാനെറ്റിന്റെ ചീഫ് ഇപ്പൊ BJPയുടെ പ്രസിഡന്റ് ആവും നമ്മൾ ആരെങ്കിലും കരുതിയോ? ആയി. അപ്പൊ ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടു. ഇങ്ങനെ ഞാൻ റവന്യൂ മന്ത്രിയാവുന്ന ആരെങ്കിലും കരുതിയോ? റവന്യൂ മന്ത്രിയായി. അപ്പൊ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. ഇനി എങ്ങനെയായിരിക്കും ആരായിരിക്കും വരിക എന്നുള്ളത് നോക്കി നമുക്ക് തീരുമാനിക്കാം. ആ ഘട്ടത്തിൽ പറയാം. വർത്തമാനത്തിനോട് പ്രതികരണമുള്ളൂ. ഭൂതത്തിനോടും വർത്തമാനത്തിനോടും പ്രതികരണമുണ്ട്. ഭാവിയോട് പ്രതികരണം ഇല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയാണെന്നല്ലെങ്കിൽ അങ്ങനെ എഴുതി കാണിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞ കാര്യം ഓരോരുത്തരും എന്താവും എന്നുള്ളതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമുക്കില്ല. ആവുന്ന ഘട്ടമാകട്ടെ അപ്പോൾ പറയാം, ആവശ്യമില്ല. പൂരവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? പൂരവുമായി ബന്ധപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടാൽ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം കൊടുക്കും. അത് അന്വേഷണ ഏജൻസിക്ക് ആരെയും മൊഴി രേഖപ്പെടുത്താൻ അവസരം ഉണ്ടാകും. നിയമസഭയുടെ തിരക്ക് നടക്കുന്നതുകൊണ്ട് അവർ വന്നിരുന്നു. നമുക്കൊരു സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കണ്ടെത്തിയാൽ അത് കൊടുക്കും. അതിന് വേറെ പ്രയാസമുണ്ടായിരുന്നു. മന്ത്രിയാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. മന്ത്രി മൊഴി നൽകുമെന്ന് തന്നെയാണ്. നിയമസഭ നടക്കുന്നതുകൊണ്ട് അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ മന്ത്രിയുടെ നടപടി ഉണ്ടാവുക എന്നുള്ളതാണ്. VV വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വിനോദ്, ഇത് ഇന്നലെ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് അജിത് കുമാർ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് വിജിലൻസ് സർക്കാരിന് കൈമാറുകയും ചെയ്തു. പക്ഷേ വിജിലൻസ് കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ അത് അറിയിക്കുക എന്നുള്ള ഒരു സാഹചര്യം കൂടി സർക്കാരിൽ സംജാതമായിരുന്നു. പക്ഷെ തൽക്കാലം അങ്ങനെ വേണ്ട എന്നുള്ളതാണോ? അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നുള്ള നിലപാട് അറിയിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, നമുക്ക് ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ വിജിലൻസ് അന്വേഷണ സംഘം അവരുടെ അന്തിമ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. എന്നാൽ കോടതിക്ക് കൈമാറുന്നില്ല. കുറച്ചുകൂടി കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്, അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്ന നിലയ്ക്കൊരു വിവരം വിജിലൻസ് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുന്നു. പക്ഷേ MR അജിത് കുമാറിനെ സംബന്ധിച്ച് ഇതൊരു കടുത്ത പ്രതിസന്ധി തന്നെയാണ്. കാരണം അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി ആകാനുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. 6 പേരുടെ പട്ടികയാണ് കേന്ദ്രത്തിന് കൈമാറേണ്ടത്. അത് ഏപ്രിൽ 15 ആ തീയതിക്കുള്ളിൽ ഈ പട്ടിക കൈമാറണം. പക്ഷേ ഇന്ന് കോടതിയിൽ ഈ അന്വേഷണം തീർന്നില്ല എന്ന് പറയുകയും കോടതി 45 ദിവസം അനുവദിക്കുകയും ഈ കേസ് പരിഗണിക്കാൻ മെയ് മാസം 6-ാം തീയതി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ഇനി ഈ ഹർജി പരിഗണിക്കുന്നത് മെയ് മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അന്വേഷണം പെൻഡിങ്ങിലാണ്, അന്വേഷണം തുടരുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കേന്ദ്ര വിജിലൻസ് ബ്യൂറോ ഉണ്ട്, ആന്റി കറപ്ഷൻ ബ്യൂറോ ഉണ്ട്. ആ കേന്ദ്ര വിജിലൻസിന്റെ അംഗീകാരം കൂടി, അനുമതി അല്ലെങ്കിൽ അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി, ക്ലീൻ ചിറ്റ് കിട്ടിയാൽ മാത്രമേ MR അജിത് കുമാറിന് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന സ്ഥാനത്തേക്കുള്ള അവസാന 3-ൽ കേന്ദ്ര 3 പേരുടെ പേര് കേരളത്തിന് കൈമാറും. ഈ 6-ൽ നിന്ന് അതിൽ ഒരാളെങ്കിലും ആകണമെങ്കിൽ, ഏറ്റവും ഒടുവിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കണമെങ്കിൽ ആ 3 പേർ ഉൾപ്പെടുന്ന പട്ടികയിൽ പെടണമെങ്കിൽ കേന്ദ്ര വിജിലൻസിന്റെ ക്ലിയറൻസ് കൂടി വേണം. പക്ഷേ ഇങ്ങനെ ഒരു അനധികൃത സ്വത്ത് സമ്പാദനവുമായുള്ള കേസ് നിലനിന്നാൽ അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കിട്ടാൻ പോകുന്നില്ല. അത് അദ്ദേഹത്തിന്റെ സാധ്യത ഇല്ലാതാക്കുകയാണ്. അദ്ദേഹത്തിന് നിയമപരമായ പോരാട്ടം തുടരാം. ഒരുപക്ഷെ ഹൈക്കോടതിയോ മറ്റോ സമീപിച്ച് ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന്, സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട് കോടതിക്ക് മുമ്പിൽ എത്തിക്കാനോ ആ തരത്തിലുള്ള ആലോചനയോ നടപടിയോ ഒക്കെ അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ചരിത്രം കൂടി പരിശോധിക്കേണ്ടി വരും. ടോമിൻ ജെ തച്ചങ്കരി സംസ്ഥാന പോലീസ് മേധാവിയാകുമെന്ന് വലിയ തോതിൽ കരുതിയിരുന്നതാണ്. അദ്ദേഹത്തിന് വലിയ സാധ്യത ഉണ്ടായിരുന്നു. സർക്കാരുമായി വലിയ അടുപ്പം പുലർത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു.
അദ്ദേഹവും വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിന് സംസ്ഥാന പോലീസ് മേധാവിയാകാൻ കഴിയുമെന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് വിലങ്ങുതടിയായത് ഒരു അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അത് വിജിലൻസിന്റെ ഒരു അന്വേഷണം നടക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് കേന്ദ്ര വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് കിട്ടാതെ പോയതും അദ്ദേഹത്തിന് ആ സ്ഥാനം ആ പട്ടികയിൽ നിന്ന് തന്നെ അദ്ദേഹം ഒഴിവായി പോയതും. പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ഈ മറ്റൊരു DGP വരികയും അനിൽകാന്ത് DGP ആവുകയും തച്ചങ്കരി ആ സ്ഥാനത്തേക്ക് എത്തിയതുമില്ല. പിന്നീട് ഷേഖ് ദർവേ സാഹിബൊക്കെ DGP ആയി വരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴേക്കും തച്ചങ്കരി സർവീസിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന നിലയുണ്ടായി. ആ സമയത്ത് ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. അതായത് സുദേശ് കുമാർ എന്ന അന്നത്തെ ഉദ്യോഗസ്ഥൻ തച്ചങ്കരിയോട് വ്യക്തിപരമായി കാണിച്ച ഒരു വൈരാഗ്യം എന്നാണ് പിന്നീട് പറഞ്ഞു കേട്ടത്. അദ്ദേഹം ഒരു വിജിലൻസ് റിപ്പോർട്ട് അതിൽ ആ കേസ് തീർക്കാതെ അതിൽ അള്ളിപ്പിടിച്ചിരിക്കുകയും തച്ചങ്കരിയുടെ അവസരം നഷ്ടമാക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന് ആ ക്ലിയറൻസ് കിട്ടിയില്ല. പക്ഷേ പിന്നീട് തച്ചങ്കരി കുറ്റവിമുക്തനാവുകയാണ്, അല്ലെങ്കിൽ കുറ്റാരോപിതനായിരുന്ന തച്ചങ്കരി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി കണ്ടെത്തുകയാണ്. അപ്പോഴേക്കും തച്ചങ്കരിയുടെ അവസരം കടന്നുപോയിരുന്നു. അങ്ങനെ ഒരു പാഠം ചരിത്രം അജിത് കുമാറിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തിരക്കിട്ട് ഇത്തരത്തിലുള്ള സർക്കാരിനെ പോലും ഒരുപക്ഷെ സമീപിച്ചിട്ടുണ്ടാകാം. അദ്ദേഹത്തിന്റെ കേസുകൾ തീർക്കണമെന്ന ആവശ്യവുമായി ADGP ലോ ആൻഡ് ഓർഡർ നേരത്തെ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സർക്കാരിലേക്ക് പോയി. ത്രിതല അന്വേഷണമാണ് MR അജിത് കുമാറിനെതിരെ നേരത്തെ പ്രഖ്യാപിച്ചത്. അതിൽ DGP നടത്തുന്ന അന്വേഷണമുണ്ട്. DGP നടത്തുന്ന അന്വേഷണത്തിൽ മന്ത്രി K രാജന്റെ മൊഴി എടുക്കേണ്ടതുണ്ട്. ആ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അദ്ദേഹം അതിന് ഇനി സമയം കൊടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തരം കേസുകൾ ഒരുപക്ഷെ ഈ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നതിന് തടസ്സമാകുമോ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയില്ല. പക്ഷേ വിജിലൻസ് കേസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടെങ്കിൽ അത് വലിയ വിലങ്ങുതടിയാണ്. കാരണം അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വരികയും അതിൽ അന്വേഷണം നേരിടുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ സ്വാഭാവികമായും ആ തരത്തിലേക്ക് പോലീസ് മേധാവിയാക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകില്ല. അങ്ങനെ ഈ ഒരു കേസുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടായി പോവുകയും അത് പരിഗണിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ പട്ടികയിൽ നിന്ന് കേന്ദ്രം ഒഴിവാക്കുകയും ചെയ്യും. അതാണ് രീതിയും നിയമവും കീഴ്വഴക്കവും. അങ്ങനെയാണെങ്കിൽ അജിത് കുമാറിനെ സംബന്ധിച്ച് പ്രതിസന്ധിയാണ്. മാത്രമല്ല മറ്റന്വേഷണങ്ങൾ അതും ഒരുപക്ഷെ ഈ IB ഒക്കെ അന്വേഷിക്കും. സ്വാഭാവികമായും അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും കേന്ദ്രത്തിലേക്ക് പോകും. അവിടെ മനോജ് എബ്രഹാമിന്റെ ഒരു റിപ്പോർട്ട് മാത്രമാണ് ഈ ത്രിതല അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതിനകം സർക്കാരിലേക്ക് പോയിട്ടുള്ളത്. അതിൽ മറ്റ് വകുപ്പുകളുടെ വീഴ്ചയെക്കുറിച്ചാണ് മനോജ് എബ്രഹാം അന്വേഷിച്ചത്. അല്ലാതെ പോലീസിന് വീഴ്ച വന്നത് സംബന്ധിച്ച് DGPയുടെ പരിശോധന നടക്കുന്നുണ്ട്. ഇന്റലിജൻസ് ADGPയുടെ മറ്റൊരു പരിശോധനയുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൽ മനോജ് എബ്രഹാം അന്വേഷിച്ചത് മറ്റ് വകുപ്പുകളുടെ വീഴ്ച സംബന്ധിച്ചാണ്. അതിൽ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റ് വകുപ്പുകൾക്ക് വീഴ്ച വന്നിട്ടില്ല എന്നാണ്. അതായത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ മറ്റേതെങ്കിലും വകുപ്പിന്റെ വീഴ്ച കാരണമായില്ല എന്നാണ് മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിനർത്ഥം പറയാതെ പറയുന്നത് പോലീസിന്റെ വീഴ്ച തന്നെയാണ് അവിടെ കുഴപ്പമുണ്ടാക്കിയതെന്നാണ് മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ടിൽ വരികൾക്കിടയിൽ പറയുന്നത്. ആകെ പറയുന്നത് ആരോഗ്യവകുപ്പിന്റെയൊക്കെ പ്രവർത്തനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം, ആംബുലൻസുകളുടെ സേവനം കൂടുതൽ ഉറപ്പാക്കണം, കൂടുതൽ ആംബുലൻസുകൾ അവിടേക്ക് കൊണ്ടുവരണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പോലീസുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം അന്വേഷിച്ചിട്ടില്ല, അദ്ദേഹം പരിശോധിച്ചിട്ടില്ല. പോലീസ് വീഴ്ചയാണെന്നോ ഇല്ലെന്നോ പറയാനുള്ള ഒരു ജൂറിസ്ഡിക്ഷൻ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ ആ പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല, അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കാര്യമല്ല. പക്ഷേ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ച കാര്യത്തിൽ അദ്ദേഹം അന്വേഷിച്ച് നൽകിയ മറുപടി മറ്റ് വകുപ്പുകൾക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നതാണ്. അങ്ങനെയാണെങ്കിൽ തൃശൂർ പൂരം ഏതായിരുന്നാലും അലങ്കോലപ്പെട്ടു, മറ്റ് വകുപ്പുകൾക്ക് വീഴ്ചയില്ല. എന്നാൽ അതിനർത്ഥം പോലീസിന് വീഴ്ച പറ്റി എന്ന നിലയ്ക്ക് തന്നെയാണ്. ഈ നിലയ്ക്കാണ് CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുത്തത്. VS സുനിൽകുമാർ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ, അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിരുന്നതാണ്, അദ്ദേഹത്തിന്റേതടക്കമുള്ള പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബിനോയ് വിശ്വം ഏറ്റവും ഒടുവിൽ MR അജിത് കുമാറിനെ ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞത് ഇത് CPI എടുത്ത നിലപാട് ശരിയാണ്, അല്ലെങ്കിൽ ഇത്തരം ഒരു ഉറച്ച നിലപാട് എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായതെന്നാണ് അന്ന് ബിനോയ് വിശ്വം MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഇനിയും അന്വേഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്ത, ആലപ്പുഴയിൽ നിന്നാണ്. KC വേണുഗോപാൽ MPയുടെ പേരിൽ സമൂഹ മാധ്യമത്തിൽ വ്യാജ അക്കൗണ്ട് സൃഷ്ടിച്ച് തട്ടിപ്പിന് ശ്രമം. ഫേസ്ബുക്കിൽ KC വേണുഗോപാലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ പ്രൊഫൈൽ
സൃഷ്ടിച്ചായിരുന്നു തട്ടിപ്പ്. പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് എംപിയുടെ പേരിൽ നിന്നെന്ന വ്യാജേന സന്ദേശമയച്ചു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് എംപിയുടെ ഓഫീസ് പോലീസിന് പരാതിയും നൽകി. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശരണ്യ, ഇത് ഒരു എംപി വളരെ പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? രഞ്ജിത്ത്, നിരവധി പേർക്കാണ് KC വേണുഗോപാൽ എംപിയുടെ പേരിലുണ്ടാക്കിയ വ്യാജ അക്കൗണ്ടിൽ നിന്നും റിക്വസ്റ്റുകൾ പോയിരിക്കുന്നതും ഒപ്പം തന്നെ മെസ്സേജുകൾ പോയിരിക്കുന്നതും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇന്നലെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായ ശരത്ചന്ദ്രനാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ശരത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് ഇപ്പോൾ ഈ സംഭവത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഗൗരവകരമായ കാര്യമാണ്. കാരണം വളരെ അധികം ആളുകളുമായി ബന്ധമുള്ള ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കുകയും ആളുകൾക്ക് മെസ്സേജ് പോവുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ആദ്യം മെസ്സേജിലൂടെ ആളുകളെ പരിചയപ്പെടാനാണ് ശ്രമിക്കുന്നത്. KC വേണുഗോപാൽ ആണ്, MP ആണ് എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് പോയിരിക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ടുകളും അദ്ദേഹം പരാതിയിൽ നൽകിയിട്ടുണ്ട്. അത് പ്രകാരം അതിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, KC വേണുഗോപാൽ ആണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഫോൺ നമ്പർ ആവശ്യപ്പെടുകയും പിന്നീട് ഫർണിച്ചർ ബിസിനസ് അടക്കമുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് അതിനു വേണ്ടി റെഫർ ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് MP റെഫർ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഫേസ്ബുക്ക് വഴി പിന്നീട് വാട്സപ്പിലേക്കും ഇൻവിറ്റേഷൻ പോകുന്നതായാണ് കണ്ടിട്ടുള്ളത്. ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർക്കും സാധാരണ ജനങ്ങൾക്കും അടക്കമുള്ള നിരവധി ആളുകൾക്ക് ഈ മെസ്സേജ് ലഭ്യമായിട്ടുണ്ട്. തുടർന്നാണ് ഇപ്പോൾ അത് ഗൗരവത്തോട് കാണുകയും 2 ദിവസമായി ഇത്തരം ഒരു അക്കൗണ്ടും അതിന്റെ പുറകെ പോകുന്ന മെസ്സേജുകളെ സംബന്ധിച്ചും ഇവർക്ക് വിവരം ലഭ്യമായിട്ടുള്ളത്. തുടർന്ന് ഇന്നലെയാണ് ശരത്ത് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും KC വേണുഗോപാൽ MPയുടെ ഇത് ഒരുപാട് പേർക്ക് റിക്വസ്റ്റ് പോയിട്ടുണ്ടോ ശരണ്യ? സാധാരണ നമ്മൾ ഈ ഫേസ്ബുക്കിൽ സാധാരണ സംഭവിക്കുന്നൊരു കാര്യമാണ്. അതിനപ്പുറമുള്ളൊരു ഗൗരവം ഇതിന് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഈ ആദ്യം ഈ പറയുന്ന പോലെ റിക്വസ്റ്റ് ചെല്ലുക, അത് അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ പണം ചോദിക്കുക, ഹൗ ആർ യു എന്നാണ് ആദ്യത്തെ ചോദ്യം. അത് നമുക്ക് പലർക്കും അനുഭവമുള്ളതാണ്. സമാനമായ തട്ടിപ്പാണോ? പിന്നീട് അത് വാട്സപ്പിലേക്കും ഇൻവൈറ്റ് ചെയ്യുന്നതായാണ് കാണുന്നത്. അത്തരത്തിൽ ആദ്യം മെസ്സഞ്ചറിൽ മെസ്സേജുകൾ വരുന്നു. KC വേണുഗോപാൽ പ്രൊഫൈൽ പിക്ചറായി ഉപയോഗിച്ചിരിക്കുന്നത് KC വേണുഗോപാൽ MPയുടെ ചിത്രം തന്നെയാണ്. ഒപ്പം അതിൽ നിന്നും KC വേണുഗോപാൽ ആണ്, MP ആണ് എന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് മെസ്സേജ് ഈ ആളുകൾക്ക് എത്തുന്നത്. രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റ് സാധാരണ ജനങ്ങൾക്കും ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മെസ്സേജ് എത്തിയതിനു ശേഷം ഈ ഫോൺ നമ്പർ ആവശ്യപ്പെടുന്നത് നമ്മൾ കാണുന്നത്. ഫോൺ നമ്പർ ആവശ്യപ്പെട്ടതിന് ശേഷം പിന്നീട് ഇത്തരത്തിലുള്ള ചില ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇത് പ്രോഡക്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വാട്സപ്പിൽ നിന്ന് മെസ്സഞ്ചറിൽ നിന്ന് പിന്നീട് വാട്സപ്പിലേക്കും ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നതായാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് MPയുടെ ഓഫീസ് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം അദ്ദേഹത്തെ പോലെയുള്ള ദേശീയ തലത്തിലുള്ള ഒരു ജനപ്രതിനിധിയിൽ നിന്നുമാണ് ജനപ്രതിനിധിയുടെ പേരിലാണ് ഇത്തരമൊരു ഫേക്ക് അക്കൗണ്ട് സൃഷ്ടിക്കപ്പെടുകയും മെസ്സേജ് പോയിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നതും KC വേണുഗോപാൽ ആണ് എന്നുള്ള രീതിയിലാണ്. ഈ ഒരു മെസ്സേജ് വരുമ്പോൾ ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും KC വേണുഗോപാൽ MPയുടെ പേരിലും തട്ടിപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് 3യുമായി അശ്വതി. ശരി.